തിരുപ്പതിയിൽ 2019-2024 കാലഘട്ടത്തിൽ നടന്നത് 250 കോടിയുടെ കുംഭകോണം. വ്യാജ നെയ് വിതരണം ചെയ്ത് ഉത്തരാഖണ്ഡിലെ കമ്പനി പ്രസാദത്തിനുള്ള നെയ് തയ്യാറാക്കിയിരിക്കുന്നത് പാം ഓയിൽ ഉപയോഗിച്ചാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, വലിയ കുംഭകോണമാണ്, കോടികളാണ് ഇതിൽ ഇടപാടായി നടന്നിട്ടുള്ളത്. പാം ഓയിലും അതോടൊപ്പം കെമിക്കലും ഉപയോഗിച്ചാണോ ഈ നെയ്യ് ഉണ്ടാക്കിയത്? എത്രത്തോളം വലിയൊരു തട്ടിപ്പാണ് ഭക്തർക്ക് ഉണ്ടായത്? ആര്യ, TDP സർക്കാർ വന്നതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോയത്. 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന തിരുപ്പതിയിലെ ഭരണസമിതി ആ നെയ്യിന്റെ ഓർഡർ, അതായത് തിരുപ്പതി ലഡ്ഡു പ്രസാദം ഉണ്ടാക്കാനുള്ള നെയ്യിന്റെ ഓർഡർ ഉത്തരാഖണ്ഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിക്ക് നൽകുന്നു. ഈ കമ്പനിയിൽ നൽകിയ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ലഡ്ഡുവിൽ സ്വാദ് വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദേവസ്വം അധികൃതർ തന്നെയാണ് ഇതിൽ സംശയം പ്രകടിപ്പിച്ച് ഇത് പരിശോധിച്ചത്. അതിൽ നിന്ന് തന്നെയാണ് രാസവസ്തുക്കൾ ചേർത്ത നെയ്യാണ് ഇവിടെ സപ്ലൈ ചെയ്തതെന്ന് വ്യക്തമാക്കിയത്. ഏതായാലും ഇതിന് പിന്നാലെ ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയെങ്കിലും മറ്റ് ചില പേരുകളിൽ മറ്റ് കമ്പനികളുടെ വഴി ഈ നെയ്യ് വീണ്ടും ഏതാണ്ട് 2 വർഷക്കാലത്തോളം ഇവിടെ സപ്ലൈ ചെയ്യുന്നത് തുടർന്നിരുന്നു. എന്നാൽ TDP സർക്കാർ വന്നതിന് പിന്നാലെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു. തുടർന്ന് ഒരു SIT ഫോം ചെയ്തു. SIT നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഈ SIT കടന്നു. അന്നത്തെ ചെയർമാൻ സുബ്ബറാവുവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുൻപ് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ, കർണാടക സർക്കാരിന്റെ നന്ദിനിയായിരുന്നു അവിടെ നെയ്യ് സപ്ലൈ ചെയ്തിരുന്നത്. നന്ദിനിയെ മാറ്റിക്കൊണ്ടാണ് മറ്റൊരു കമ്പനിക്ക് അവിടെ ഈ അനുമതി അല്ലെങ്കിൽ കരാർ നൽകിയത്. ഇത് വലിയ വിവാദം ആവുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ SIT നടത്തിയത്. SIT ഈ അന്വേഷണ റിപ്പോർട്ട് നെല്ലൂർ കോടതിയിൽ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മായം കണ്ടെത്തിയിട്ടും ഈ നെയ്യ് സപ്ലൈ ചെയ്യാൻ ദേവസ്വം അധികൃതർ, തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ അനുവദിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിരവധി ആളുകളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുപ്പതിയിലെ അന്നത്തെ ചെയർമാൻ സുബ്ബറാവുവിനെ കഴിഞ്ഞ ദിവസം ഈ SIT സംഘം